എല്ലാവർക്കും വെൽക്കം ടു എൻ്റെ സ്പോയിലർ ഫ്രീ റിവ്യൂ ഓഫ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. വീണ്ടും ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ് ആൻഡ് എനിക്ക് വായത്തൊന്നൊക്കെ വിളിച്ചു പറഞ്ഞു. സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ അതുള്ള മെമ്മറി വൈപ്പിന് ശേഷം നമ്മൾ കണ്ടായിരുന്നു സ്പൈഡർമാൻ സോളോ ആയിട്ടാണ് സൂപ്പർ ഹീറോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൻഡ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് വിഡ്രോ ചെയ്താണ് നിൽക്കുന്നത് ടു കീപ് ദം സേഫ്. ആൻഡ് ഈ ഒരു പ്രമിസ് വെച്ചിട്ടാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന സിനിമ ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആൻഡ് ഇത് മെയിൻലി കാണിക്കുന്നത് സ്പൈഡർമാൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോയും പീറ്റർ പാക്കർ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്ങും രണ്ടും കൂടെ ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഇന്റേണൽ സ്ട്രഗിൾ ഒക്കെയാണ് നമ്മൾ ഈ ഒരു സിനിമ മെയിനായിട്ട് കാണിച്ചു തരുന്നത്. ഇതിൽ ഏറ്റവും കിടിലം എന്ന് പറയാനായിട്ടാണെത്തേക്കും നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാന്റെ സ്വിംഗിങ് മെക്കാനിക്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് സിമിലർ, അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള സ്വിംഗിങ്ങും സാധനങ്ങൾ കാണിച്ചിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഫൈറ്റ് സീക്വൻസസ് ആർ അമേസിങ്, ഒന്നും പറയാനില്ല. ആൻഡ് ഞാൻ 4DXലും കൂടെയാണ് പോയി കണ്ടത്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതുകൊണ്ട് ഭയങ്കര കിടലുമായിരുന്നു 4DX എക്സ്പീരിയൻസ്. എൻ്റെ വീട്ടുകാർ ആദ്യമായിട്ടാണ് 4DXന് പോകുന്നത്. എൻ്റെ റോളർ കോസ്റ്റർ പോലെയായിരുന്നു, ഇളകിയാണ് ഒരു പരിവ് പോയി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലോക്കി, വണ്ടർമാൻ ആൻഡ് ഡെയർ ഡെവിൾ അല്ലാണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരുവിധം പടക്കങ്ങളായിരുന്നു. ആൻഡ് കമ്പയർഡ് ടു ദാറ്റ് സ്പൈഡർമാൻ വാസ് ആക്ച്വലി അമേസിങ്. ബട്ട് ഇതിന് ചെറിയൊരു പേസിംഗ് ഇഷ്യൂ ഉണ്ട്. വീണ്ടും അത് സ്റ്റോറിയുടെ ഡെപ്ത് മനസ്സിലാക്കിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാം. പക്ഷേ ഐ എക്സ്പെക്റ്റഡ് എ ബിറ്റ് മോർ. സത്യം പറയാല്ല, നോ വേ ഹോം എന്നെ ഭയങ്കരമായിട്ട് സ്പോയിൽ ചെയ്തു. ആൻഡ് സ്പൈഡർമാൻ അങ്ങനത്തെ ഒരു പീക്ക് ലെവൽ ഓഫ് ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. ഒരു 70 to 80% യെസ് ഷുവർ, പക്ഷേ അങ്ങ് എത്തിയില്ല. വീണ്ടും അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്, മറ്റത് മറിച്ചത് എല്ലാത്തിലും വേറെ വേറെ ആൾക്കാരെ കൊണ്ടുവരാനിരിക്കുന്ന എല്ലാവരും സ്പൈഡർമാനെ കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ന്യായങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ സ്പൈഡർമാൻ അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കണം. കാരണം ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് പീപ്പിൾ വാച്ച് സ്പൈഡർമാൻ. മറ്റ് സിനിമകളോ സീരീസുകളോ ഒന്നും കാണാത്ത മനുഷ്യന്മാരാണെങ്കിൽ സ്പൈഡർമാൻ കാണാത്തവരില്ല. അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഫ്ലെയർ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ആൻഡ് എൻ്റെ അകത്തുള്ള 8 സെക്കൻഡ് കിസ്സിംഗ് സീൻ വെട്ടിക്കളഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് അവിടെ പടക്കവും പൊടിച്ചുകൊണ്ട് നടപ്പുണ്ട്. എന്ത് കാരണത്തിനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണെങ്കിലും ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആൻഡ് സ്പൈഡർമാനെ ബാക്കിയുള്ള സാധനങ്ങളായിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു ചെറിയ സീക്വൻസും കൂടെയാണ്. സ്പോയിലർ അല്ലല്ലോ. അല്ല, ഓവറോൾ നോക്കുവാണെങ്കിൽ നോ വേ ഹോം വെച്ചിട്ട് ഈ സാധനത്തിന് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദാറ്റ് വാസ് പീക്ക്. പക്ഷേ എൻ്റെ റേറ്റിംഗ് ഫോർ ദിസ് മൂവി ഈസ് ഗോയിങ് ടു ബി 8.5 ആൻഡ് ഒരു വൺ ടൈം വാച്ചിന് ഇറ്റ്സ് അമേസിംഗ്. നിങ്ങളുടെ റേറ്റിംഗ് താഴെ കമൻറ്റിൽ അടിക്കാൻ മറക്കരുത്.